വെസ്റ്റ് ബംഗാളിൽ തൃണമൂൽ ആ. കോൺഗ്രസിന്റെ ഒരു നേതാക്കൾക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണോ ഉണ്ടാവുന്നത്? അവിടുത്തെ തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ അല്ല, സന്യാസ് അങ്ങനെയൊന്നുമില്ല. ഈ അവര് കഴിഞ്ഞ 15 വർഷമായിട്ട് ജനങ്ങളോട് കാട്ടിക്കൂട്ടിയ ആ, എന്താ ഗുണ്ടായിസവും ക്രൂരതയ്ക്കും ഒക്കെ ഇപ്പൊ ജനങ്ങൾക്ക് ഒരു അവസരം കിട്ടിയിരിക്കണോ, അവര് അത് കാരണം അതിൽ പ്രതിഷേധിക്കണം. ഇന്ന് ഒരു സംഭവം ഉണ്ടായി ശ്യാംപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടുത്തെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് സന്യാസി മന്ന എന്ന് പറഞ്ഞ ആൾ, അദ്ദേഹം അവിടുത്തെ ഒരു അറിയപ്പെടുന്ന ഒരു ഗുണ്ടാ തലവനാണ്. തൃണമൂൽ കോൺഗ്രസ് നേതാക്കന്മാരോടൊക്കെ വളരെയധികം അടുത്ത ബന്ധം പുലർത്തുന്ന, സംസ്ഥാന തലത്തിൽ തന്നെ വളരെയധികം സ്വാധീനമുള്ള വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്ഥിരം പരിപാടി എന്താന്ന് വെച്ചാൽ, ഈ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം ഉണ്ടല്ലോ, 100 ദിവസത്തെ 125 ദിവസം തൊഴിൽ ഉറപ്പ് നൽകുന്ന തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയും. അപ്പൊ അതിന് എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും ജോബ് കാർഡ് ഉണ്ട്. ഈ ജോബ് കാർഡ് മുഴുവൻ അദ്ദേഹം അവരുടെ അടുത്ത് നിന്ന് ബലമായിട്ട് മേടിച്ചു വെക്കും. എന്നിട്ട് ഒരു തുക അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ കാർഡ് തിരിച്ചു കൊടുക്കുകയുള്ളൂ. അപ്പൊ എന്ത് പറ്റുന്ന വെച്ചാൽ, ഈ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ കാർഡ് കൊണ്ടു ചെന്നാലേ അവരെ ജോലിക്ക് എടുക്കുള്ളൂ, ഒരു ദിവസത്തെ ജോലിക്ക് എടുക്കുള്ളൂ. അപ്പൊ അതിൽ നിന്ന് ഒരു കട്ട്, അവർ ഓരോ ദിവസവും അവര് അധ്വാനം ചെയ്യും. ഇയാൾക്ക് അതിന്റെ ഒരു നിശ്ചിത ശതമാനം ഈ സന്യാസി മന്നയ്ക്ക് പോകും. ഇതിങ്ങനെ കഴിഞ്ഞ കുറെ വർഷങ്ങളോളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുക. കാരണം അവിടെ 15 വർഷമായിട്ട് തൃണമൂൽ കോൺഗ്രസ് ആണല്ലോ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇദ്ദേഹത്തിനെതിരെ നടപടി എടുക്കാൻ ജനങ്ങൾക്കൊക്കെ എന്തെങ്കിലും പരാതി പറയാനൊക്കെ ജനങ്ങൾക്ക് പേടിയായിരുന്നു. അപ്പൊ അതിപ്പോ ഈ ഭരണമാറ്റം വന്നതോടുകൂടി ഇയാളെ കിട്ടിക്കഴിഞ്ഞപ്പോ അവര് നന്നായിട്ടൊന്ന് പെരുമാറി. അയാളുടെ തലമുടി ഒക്കെ മുട്ടയടിച്ച്, അയാളെ ഈ ചെരുപ്പമാല ഇടിച്ച് ഷാംപൂറിലെ തെരുവീതികളിൽ കൂടിയൊക്കെ നടത്തിച്ചു. അപ്പൊ ഇതില് അവര് പോലീസ് അയാളെ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി, രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയി. അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ ജനങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയുക, അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾക്ക് ഒരു അവസരം കിട്ടുമ്പോ അവർ എപ്പോഴെങ്കിലും പൊട്ടിത്തെറിക്കുന്നുള്ള കാര്യം ഈ സന്യാസി മന്ന മനസ്സിലാക്കേണ്ടതായിരുന്നു. അത് ചെയ്തില്ല. ഇതിങ്ങനെ അവരെ നിരന്തരം ജനങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അതിന്റെ പ്രതിഫലനമാണ് ഇന്ന് കണ്ടത്. ഈ പാവപ്പെട്ടവർക്ക് ഉള്ള തൊഴിലുറപ്പ് പദ്ധതി ഒരു ദിവസം 600 രൂപയോ 700 രൂപയോ കിട്ടുമെങ്കിൽ അതിൽ 200 രൂപയോ 300 രൂപ ഇയാളെ പിടിച്ചു വയ്ക്കും ഒരു ദിവസം. അപ്പൊ ഇയാൾക്ക് ജോലിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് ശക്തി ഉപയോഗിച്ചാൽ കാർഡ് മുഴുവൻ മേടിച്ചാൽ മതി അവരുടെ അടുത്തുനിന്ന്. അപ്പൊ അവര് കൊടുക്കും. അയാൾ പറയണ പൈസ അവര് കൊടുക്കും. അയാളുടെ ദാക്ഷിണ്യത്തിലായിരുന്നു അവരവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവര് ഈ ഭരണമാറ്റം ഉണ്ടായി, ഇനിയും അയാളുടെ കച്ചവടം നടക്കൂല എന്ന് കണ്ടപ്പോ അവര് പ്രതികരിച്ചു. അതാണ് ബംഗാളിൽ നടന്ന പ്രധാന സംഭവം. ഹൗറ ജില്ലയിലാണ് ഈ സംഭവം നടന്നത്. അതേപോലെ ഇന്നലെ സന്ദേശ് ഖലി എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടിട്ടില്ലേ, ഒരു ഷെയ്ഖ് ഷാജഹാൻ എന്ന് പറഞ്ഞൊരു വലിയ ഗുണ്ടാ നേതാവും തൃണമൂൽ കോൺഗ്രസ് നേതാവും ഉണ്ടായിരുന്നു. അയാളുടെ 2 സുഹൃത്തുക്കള് അവരുടെ പുരയിടത്തിൽ നിന്ന് പോലീസ് വൻ ആയുധശേഖരം എടുത്തിട്ടുണ്ട്. ഈ കുളത്തിനകത്ത് വാട്ടർ പ്രൂഫ് കവറിനകത്താക്കിയിട്ട് അനധികൃതമായിട്ട് നിർമ്മിച്ച തോക്കുകൾ, ലൈസൻസ് ഇല്ലാത്ത തോക്കുകൾ, നാടൻ തോക്കുകൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ നാടൻ തോക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അവര് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത് ജനങ്ങളെ മുഴുവൻ. ഒരു ഗ്രാമമാണല്ലോ, അപ്പൊ അവിടെ ഉള്ള ആൾക്കാർക്ക് ഇത് ഒറിജിനൽ തോക്കാണോ ലൈസൻസ് ഉള്ള തോക്കാണോ എന്നൊന്നും അറിയില്ല. അവർക്ക് ജീവനിൽ പേടിയാണ്. അപ്പൊ അവര് ഇയാള് ചോദിക്കുന്ന പൈസയൊക്കെ അവര് കൊടുക്കും. അതല്ലെങ്കിൽ അവര് ഉപദ്രവിക്കുകയും ചെയ്യും, ദേഹോപദ്രവിക്കുകയും കേൾപ്പിക്കുകയും ചെയ്യും. ഷെയ്ഖ് ഷാജഹാൻ വളരെ ദേശീയ തലത്തിൽ അടുത്ത കാലത്ത് വാർത്തയിൽ വന്ന ആളാണ്, സന്ദേശ് ഖലിയിലെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അവരെ കൂട്ടാളികളെയൊക്കെ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ ഉള്ളത് ഒരു കൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറാണ് മുഹമ്മദ് ജസിമുദ്ദീൻ എന്ന് പറഞ്ഞ മനുഷ്യൻ. അയാളെ ഇന്ന് രാവിലെ പോക്സോ കേസും ഇന്ത്യൻ പീനൽ കോഡിലെ ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകളും ചേർത്തിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ജസിമുദ്ദീൻ മുൻ CPIM നേതാവായിരുന്നു. 2015 അയാള് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു.
അന്ന് തൊട്ട് അയാള് അതിനു മുമ്പ് തന്നെ രാജവാഴ്ച ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. 2015 ശേഷം അയാള് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന് തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിലിരിക്കുകയായിരുന്നു ആ സമയത്ത്. അപ്പൊ അതില് അയാളൊരു ബാലികയെ പീഡിപ്പിക്കുകയൊക്കെ ചെയ്തു. ഇതൊരു 3 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. അപ്പൊ ഈ കുട്ടി പോലീസിൽ പരാതി കൊടുത്തിരുന്നു. പോലീസിൽ പരാതി കൊടുത്ത കേസ് രജിസ്റ്റർ ചെയ്യിപ്പിച്ചു. പിന്നെയാണ് ഇയാള് തൃണമൂൽ കോൺഗ്രസ് നേതാവാണെന്ന് മനസ്സിലായത് പോലീസുകാർക്ക്. ഉടനെ തന്നെ അവർ അന്വേഷണം മരവിപ്പിച്ചു വെച്ചു. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു, ഈ കുട്ടിയുടെ അടുത്ത് പോയിട്ട് കുട്ടിയുടെ ബന്ധുക്കളോടൊക്കെ പറഞ്ഞ് കേസ് പിൻവലിച്ചില്ല, എല്ലാത്തിനെയും കൊന്നുകളയെന്ന് പറഞ്ഞു. അവര് കേസ് പിൻവലിക്കാൻ കൂട്ടാക്കിയില്ല. അപ്പൊ ഇപ്പോ ഭരണമാറ്റം ഉണ്ടായി, സുവേന്ദു അധികാരി അധികാരത്തിൽ വന്നു. ഉടനെ കേസ് റിവൈവ് ചെയ്തു കഴിഞ്ഞ് അയാളെ ഇന്ന് അറസ്റ്റ് ചെയ്യാനായിട്ട് ചെന്നു വീട്ടിൽ. അപ്പൊ അയാളുടെ വീട് പുറത്തുനിന്ന് പൂട്ടിയിട്ടിരിക്കുകയാണ്. അയാൾ അകത്തുണ്ടെന്ന് പോലീസുകാർക്ക് മനസ്സിലായി. വാതിൽ മുട്ടി വിളിച്ചപ്പോൾ അയാൾ തുറക്കൂല എന്ത് ചെയ്താലും. എന്നിട്ടൊരു കൊല്ലനെ വിളിച്ചു കൊണ്ടുവന്നിട്ടാണ് ലോക്ക് തല്ലി പൊളിച്ച് അകത്ത് കയറി ഇയാളെ പിടിച്ചു വലിച്ചുകൊണ്ട് പോയത്. അപ്പോഴത്തേക്കും അവിടെയുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ട എല്ലാവരും ഒന്ന് വീട് വളഞ്ഞു. അയാളെ കൊണ്ടുപോകാൻ പറ്റൂല, അറസ്റ്റ് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞു. പിന്നെ പോലീസ് ഇന്റർവെൻഷൻ കാരണം കൂടുതൽ സായുധരായ പോലീസ് വന്നു. അങ്ങനെ അയാളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഇപ്പൊ അയാളെ. ഇതാണ്. അല്ലാതെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കന്മാർക്ക് നിൽക്കാൻ പാടില്ല എന്നൊന്നും അങ്ങനെ ഒരു അവസ്ഥയൊന്നും ഇല്ല അവിടെ. അവര് ചെയ്ത കുറ്റങ്ങൾക്കൊക്കെ, അവര് ചെയ്ത പാപങ്ങൾക്കൊക്കെ പ്രതിഫലം ദൈവം ഇങ്ങനെയാണ് കൊടുക്കണേന്ന് മാത്രം. അനിഷ്ട സംഭവങ്ങളൊന്നും വേറെ ഉണ്ടായിട്ടില്ല. അവര് പറയും അവരെ പീഡിപ്പിക്കുകയാണെന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെ പീഡിപ്പിച്ചതായിട്ടുള്ള ഇതൊന്നുമില്ല. ജനങ്ങള് അവർക്ക് അവസരം കിട്ടിയപ്പോ പ്രതികരിക്കുന്നു, അത്ര തന്നെ. അതാണ് അവിടെ നിന്നുള്ള ഈ 2 സംഭവങ്ങൾ പറയണത്. അതുപോലെ തന്നെ ഇതിന് മുൻപ് അഭിഷേക് ബാനർജിക്ക് അദ്ദേഹത്തിന് നേരെ ഉണ്ടായ ജനങ്ങളുടെ രോക്ഷം കണ്ടതാണ്. കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് അവിടുത്തെ ഒരു MLA-ക്ക് എതിരെ ചീമുട്ടയേറുണ്ടാവുന്നത്. അപ്പോൾ ഈ ജനങ്ങൾക്ക് അതൃപ്തിയുള്ളവരെ കിട്ടുമ്പോഴൊക്കെ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് വെസ്റ്റ് ബംഗാളിൽ പോകുന്നത്. ജനരോഷം എന്ന് പറയുന്നല്ലേ, ഇപ്പൊ കുറെ അധികം അടിച്ചമർത്തലിന് വിധേയരായവരാണ് ബംഗാളിലെ ജനങ്ങൾ. 30 വർഷത്തോളം CPM-ന്റെ അടിച്ചമർത്തലായിരുന്നു. അതിനുശേഷം 2011 തൊട്ട് എന്താ പറയുക, തൃണമൂൽ കോൺഗ്രസിന്റെ അടിച്ചമർത്തലായി. അപ്പൊ അത് ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ജനങ്ങള് പ്രതികരിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. പക്ഷെ ഈ അവരുടെ ജീവനൊന്നും ഇതൊന്നും ഉണ്ടായിട്ടില്ല. കുറ്റം ചെയ്തവരൊക്കെ അവിടെ നിന്ന് ഓടുന്നുള്ളതിൽ ഉറപ്പാ. കാരണം ഇതുപോലെ ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് കുറെ പേര്. അവർക്ക് ജീവിതം കഷ്ടമായിരിക്കും. കാരണം ജനങ്ങൾ അവരെ കണ്ടാലും പ്രതികരിക്കും എന്നുള്ളതിൽ ഉറപ്പാണ്. കാരണം അവർക്ക് മനസ്സിലായി ഇവര് ഈ അധികാരത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഇവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്, ജനങ്ങളെ മുഴുവൻ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. അതാണ് അവിടെ നടക്കുന്നത്. തീർച്ചയായും സാർ, ഇപ്പോൾ ആ ഒരു സംരക്ഷണ വലയമില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾ സ്വതന്ത്രമായി പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് അങ്ങനെ നമ്മുടെ ഒരു കാര്യം, അതിപ്പോ ആരാണെങ്കിലും ശരി, ഒരു പൊതുജനങ്ങളെ അടിച്ചമർത്തുക, അവരുടെ അവകാശങ്ങളൊക്കെ പിടിച്ചു വെക്കുക, ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അവസരം കിട്ടാൻ നോക്കിയിരിക്കുക അവർ തെരുവിൽ ഇറങ്ങാനായിട്ടോ അതല്ലെങ്കിൽ തിരിച്ചടിക്കാനായിട്ട്. അന്നൊക്കെ അവർ അശക്തരായിരുന്നു. ഇപ്പൊ ഒരു ജനാധിപത്യ സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവര് ഇങ്ങനെ കാണുന്നവരെ ചീമുട്ട എറിയുകയൊക്കെ ചെയ്യും, കല്ലെടുത്ത് എറിയുകയൊക്കെ ചെയ്യും. അപ്പൊ ഇവരൊക്കെ ഈ അഭിഷേക് ബാനർജിനെയൊക്കെ പറ്റി പറഞ്ഞല്ലോ. അദ്ദേഹമൊക്കെ കഴിഞ്ഞ എത്രയോ 10-15 വർഷമായിട്ട് അദ്ദേഹം എന്താ കാട്ടിക്കൂട്ടിയിരുന്നത് ബംഗാളില്. പേപ്പർ വായിക്കുമ്പോൾ നമുക്ക് തന്നെ പേടിയാവും. അതുപോലെ ഗുണ്ടായിസവും ഇതൊക്കെ കൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഓരോ ജില്ലകളിലും അതുപോലെ മറ്റേ 4-5 ഗുണ്ടകള് അപ്പോയിന്റ് ചെയ്യും. ആ ഗുണ്ടകൾ അവരുടെ ഓരോ ഏരിയ അവര് ഇത് ചെയ്യും, മാർക്ക് ചെയ്യും. ആ ഏരിയയിൽ അവരാണ് രാജാക്കന്മാര്. അവര് ജനങ്ങളെ പിഴിഞ്ഞെടുത്തും പൈസ ഉണ്ടാക്കും. ഇത് എത്ര നാളാ ജനങ്ങളെ സഹിക്കുക? സോ ഐ ഡോണ്ട് തിങ്ക് ഒരു ഫ്രീ ഫോർ ഓൾ എന്നൊന്നും പറയാറായിട്ടില്ല അവിടെ. ഇത് ചീമുട്ടേർ ഇപ്പൊ ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒക്കെ കാറ് പോയപ്പോ അതിന് നേരെ കല്ലേറൊക്കെ ഉണ്ടായിട്ടില്ലേ? ജനങ്ങള് ചെടിച്ചട്ടി എന്താണ്ടൊക്കെ വലിച്ചെറിഞ്ഞുണ്ടായില്ലേ? അവിടെ അങ്ങനെയുള്ള പ്രതിഷേധം, അതിനോട് ഉള്ള സ്വാതന്ത്ര്യം ആ നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഈ മമതാ ബാനർജി എന്ന് പറയുന്ന ഒരു ടെററായിരുന്നു യഥാർത്ഥത്തില്. പണ്ടത്തെ ഫിലിപ്പൈൻസിലെ
മാർക്കോസ് ഉണ്ടല്ലോ പ്രസിഡന്റ്, അയാളുടെ ഭാര്യ ഇമൽഡ മാർക്കോസ്, അവര് എന്തൊക്കെയാണ് ഫിലിപ്പൈൻസിൽ ചെയ്തു കൂട്ടി അതുപോലെയായിരുന്നു. അതിലും വേഴ്സ്റ്റ് ആയിട്ടാണ് മമതാ ബാനർജിയും അവരുടെ രാഷ്ട്രീയ കക്ഷിയും കൂടി ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത്.